അർജുന്റെ കുടുംബത്തിന്റെ ആരോപണം ശരിവെക്കുകയാണ് ഉത്തര കന്നഡ SPM നാരായണ. പുതിയ കണ്ടുപിടുത്തമായിട്ട് വന്നേക്കുന്നത്. മനാഫ് ആദ്യഘട്ടം മുതൽ തിരച്ചിൽ വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചു എന്ന് അദ്ദേഹം 24-നോട് പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലെ തെറ്റായ പ്രചാരണങ്ങൾക്കെതിരെ ഈശ്വർ മാൽപേ, മനാഫ് എന്നിവർക്കെതിരെ കേസെടുത്തെന്നും SP അറിയിച്ചു. അത് മോശമായിപ്പോയി. എന്താണ് നിങ്ങൾ ഈ കുണു പറയുന്നത്? എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം ചെയ്ത് പെട്ടെന്ന് പേരുണ്ടാക്കാന്ന് വെച്ചാ വീട്ടിലൊന്നും വലിയ വിലയില്ലാന്നേ. ഞാൻ എന്റെ ഫാമിലി ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ആ ഫാമിലി ആയിട്ട് ഇപ്പോഴും കാണുള്ളൂ. നമ്മൾ പറഞ്ഞതും കുറച്ച് കൂടി പോയി. ഇനി ഇത് തീർക്കാനാ പാട്. ആ അമ്മ എന്റെ അമ്മ ആയിട്ട് ഞാൻ ഇനിയിപ്പോ ഓരെന്നെ ആ ഫാമിലി മൊത്തം തള്ളി പറഞ്ഞാലും എനിക്ക് എന്റെ ഫാമിലിയാണ്. വിശ്വാസം വേണ്ടില്ലേ? കുടുംബത്തിനെ കോട്ട് ചെയ്തുകൊണ്ട് ഇനി ഒരു വൈകാരികത അദ്ദേഹം സൃഷ്ടിക്കരുത്, ദയവ് ചെയ്ത് നിർത്തണം. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് നിയമപരമായിട്ട് പോകേണ്ടി വരും. അനുഭവിച്ചോ? പാടത്ത് പണിയും വരമ്പത്ത് കൂലിന്നാ ഇപ്പൊ കർത്താവിന്റെ കണക്ക്. നിനക്കുള്ള കൂലി ഒരുമിച്ച് അങ്ങോട്ട് കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. നിങ്ങളെല്ലാരും കൂടി എനിക്ക് വേണ്ടാത്ത ഒരു ഹൈപ്പ് തന്നിട്ട് അത് ഓർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്നാ ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. പറഞ്ഞാ വിശ്വസിക്കില്ല. ഞാൻ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്റെ ഒരു ആവശ്യം. ഞാൻ അവിടെ ഗംഗാവരി പോയതിന്റെ സൈഡിൽ നിൽക്കുമ്പോൾ എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം, കുറച്ച് വീഡിയോ എടുക്കണം. ക്ഷീരമുള്ളൊരകിരിൻ ചുവട്ടിലും ചോരതന്ന കൊടുകിന്നു ഗൗരവം. ഞാനിപ്പോ അർജുന്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിൽ ഒന്നും എന്റെ വന്നിട്ടാവില്ല. ഇനിയിപ്പോ അർജുനെ കിട്ടണോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനലിൽ ഒരു അർത്ഥമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോ ഏതായാലും ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉഷാറാക്കൂ. സംഗതിയേറ്റ നാളെ വൈകുന്നേരം ചാനലിൽ വാർത്ത വരും. ഈ നാട് സംസാരിക്കും നമ്മളെ കുറിച്ചായിരിക്കും. അടിപൊളിയാക്കും. എന്താ ആർക്കാ എന്താ ചെയ്യാനുള്ളത്? എന്നാലും ഇത് ഇത്തിരി കടന്ന കൈയായി പോയി മാധവ. ആരെ തറവാട് സ്വത്ത് നിർത്തിട്ടില്ലാലും ഒന്നും ചെയ്യണേ ഞാന്. നീ മരണമാസാടാ, വേറെ ലെവലടാ നീ. ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇന്റെ ലോറിക്ക് അർജുൻ തന്നെ പേരിടും. അത് നമുക്ക് സമ്മതമില്ലാത്ത കാര്യമാണ്. ഇങ്ങനൊന്നും എന്നോട് സംസാരിക്കില്ലേ വേഗമോളെ. ഞാൻ വേറെ ലെവലാ. എനിക്ക് ആരും പേടിയുള്ള കേസൊന്നുമില്ല. ഇനി എന്താ ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? അങ്ങനെ വൈകാരികത ആയിട്ട് അതിന് തോന്നുന്നുണ്ടെങ്കിൽ അത് വൈകാരികതയായിട്ട് കണക്കൂട്ടിക്കോളി, ഒരു പ്രശ്നമില്ല. തെറ്റാണോ? ഓക്കെ, ഞാൻ തന്നെയാണ് ആക്കിയത്, ഞാൻ തന്നെയാണ് അങ്ങനെ ചെയ്തത്. എന്തായാലും ഇപ്പൊ പ്രശ്നം ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ?